അറിയപ്പെടാതിരിക്കാനുള്ള അവകാശം കോർപ്പറേറ്റുകൾക്കുണ്ട്, അറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ഇതാണ് കോടതിയിൽ ഏറ്റുമുട്ടിയത്. ഇൻഫർമേഷൻ പ്രൈവസി ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കോടതി നിന്നത് അറിയാനുള്ള പൗരൻ്റെ അവകാശത്തിനോടൊപ്പമാണ്, അറിയപ്പെടാതിരിക്കാനുള്ള കോർപ്പറേറ്റിൻ്റെ ഗൂഢാവശ്യത്തിനല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ആ അറിയപ്പെടാതിരിക്കാനുള്ള ചിലരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പണപ്പിരിവ് നടന്നിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ല, സ്പോൺസർഷിപ്പ് എന്ന പേരിൽ നവകേരള സദസ്സ്, കേരളീയം. അവിടെ നിൽക്കട്ടെ. ഇലക്ട്രൽ ബോണ്ടിൽ ഈ അറിയപ്പെടാതിരിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് നവകേരള സദസ്സുമാണ്. ആ ഇക്വേഷനെ ശരിയല്ല, ഇക്വേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അറിയാനുള്ള അവകാശം കേരളത്തിലെ പൗരന്മാർക്കുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതുവരെ പബ്ലിക് ഡൊമൈനിലേക്ക് കേരളീയത്തിനായി നടത്തിയ പണപ്പിരിവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഡോക്ടർ അരുൺ അസ്വസ്ഥനാകാതെ പൂർത്തിയാക്കട്ടെ. ഞാൻ കേരളം എന്ന് പറഞ്ഞപ്പോഴേ താങ്കൾ ചാടി ബിജെപിയുടെ കള്ളപ്പണത്തെ ന്യായീകരിക്കുന്നുണ്ടോ? ബിജെപിയുടെ കള്ളപ്പണവും ബിജെപിയും ഒക്കെ വിടൂ. ഞാൻ പറഞ്ഞത് അറിയാനുള്ള അവകാശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട്. നവകേരള സദസ്സ് സർക്കാരിന്റെ ചെലവിൽ നടത്തിയ യാത്രയാണ്. അതിനിടയിൽ സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. അത് ആരിൽ നിന്നൊക്കെയാണ്? സർക്കാരിന്റെ ചെലവിൽ സർക്കാർ നടത്തിയ യാത്രയാണ്. അല്ല, താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ താങ്കൾ തന്നെ ഒരു ടാഗ് ലൈൻ ഇട്ടല്ലോ. സർക്കാരിന്റെ പാക്കിംഗ്. അങ്ങനെ നടത്തിയ ഒരു യാത്രക്കിടെ നടത്തിയ പണപ്പിരിവ്, കേരളീയം എന്ന് പറയുന്ന ഒരാഴ്ചത്തെ ബ്രാൻഡിംഗ് എക്സസൈസിന് നടത്തിയ പണപ്പിരിവ്, അതൊക്കെ എന്തുകൊണ്ടാണ് സഭയിലേക്ക് പോലും വരുന്നില്ല? നിയമസഭയിൽ അല്ല, ഇത് ഞാൻ പറയുന്ന അവിടെയും ഞാൻ പറയുന്ന പോയിന്റ് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കും. താങ്കളൊന്ന് സഹിഷ്ണുത വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും അജ്ഞാതമായി നിൽക്കുകയാണ് ആ സോഴ്സ്. ആ അജ്ഞാത സോഴ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണത്തെക്കുറിച്ചോ വെളിപ്പെടുത്താതിരിക്കുന്നതിനെയോ ഞാൻ ഒരു വരി കൊണ്ടെങ്കിലും ന്യായീകരിച്ചോ? ന്യായീകരിച്ചില്ലല്ലോ. പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. കേരളത്തിൽ ഗിവൺ സിറ്റുവേഷൻ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ഇനിയും പിരിക്കാൻ പോവുകയാണ്. ഇവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ധനസമാഹരണം തന്നെയാണ് ലക്ഷ്യം. ബക്കറ്റ് പിരിവല്ല, സ്പോൺസർഷിപ്പ് പിരിവ്. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന നിലപാടെടുത്ത ഒരൊറ്റ പാർട്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ്. സർക്കാരിന്റെ ചെലവിലേക്ക് സ്പോൺസർഷിപ്പ് നൽകിയാൽ അത് ഓഡിറ്റ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ഓഡിറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഓഡിറ്റ് ചെയ്ത ഫണ്ട്, അത് പറയാൻ തയ്യാറല്ല. പണം ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സർക്കാരിന് മേശപ്പുറത്ത് വെച്ചേ പറ്റൂ. ആ കാര്യത്തിൽ തർക്കമില്ല. ശരി, എന്റെ ചോദ്യം ഇതാണ്, പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ട് ആർടിയുടെ പരിധിയിലുണ്ടോ? PM കെയർ ഫണ്ടിനെ കുറിച്ച്, ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്ത് വകമാറ്റി ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്ക് മറുഭാഗത്തുണ്ടല്ലോ. പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് ആർടിഐയിലുണ്ടോ? PM കെയർ ഫണ്ട് ആർടിഐയുടെ കീഴിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? PM കെയർ ഫണ്ട് അത് തീരുമാനമെടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ പറയുന്നത് പാർട്ടികളുടെ പിരിവിനെ കുറിച്ചാണ്. BJP ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്ര 10,000 കോടി അതിനെതിരെ പാർട്ടി പിരിവാണ്. റെസിപ്റ്റ് ഇല്ലല്ലോ, ഇല്ലാതെയാണ് പിരിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടത് ആരാണ്? ആരാണ് സ്വീകരിക്കേണ്ടതെന്നും ആ പണപ്പിരിവിനായിട്ട് കളക്ടർ മുതൽ താഴേക്കുള്ള ജനപ്രതിനിധികളെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നുള്ളതും നവകേരള സദസ്സിന്റെ നടത്തിപ്പിനിടെ ആ കാലയളവിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കളക്ടറെ കൊണ്ട് പിരിപ്പിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ സ്വാധീനമാണ്. നിസ്സഹായരായി നിൽക്കുകയാണ്. പാർട്ടി സംവിധാനം. ഡോക്ടർ അരുണിന് ഇപ്പോൾ ആവശ്യം എന്താണ്? എനിക്ക് ആവശ്യമൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് ആർടിഐയിലുണ്ടോ ഇല്ലയോ? പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടിയെ കുറിച്ച് തന്നെ പറയണം. CPIM ഇലക്ട്രൽ ബോണ്ട് എനിക്കറിയില്ല, നിങ്ങൾ രണ്ടുപേരും നിശബ്ദരായിരിക്കുന്നത് ബോണ്ട് വിഷയത്തിൽ ഒരു സർക്കാരിന്റെ ഫണ്ടുമായി യോജിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യമില്ല.
ഈ തെരഞ്ഞെടുപ്പ് സംവിധാനവും എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള ഒരു വലിയ ആലോചന, വലിയ ഗൂഢാലോചനയാണെന്ന് സുപ്രീം കോടതി പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ അതും സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ഒരു അഴിമതിയുമായി ചേർത്ത് അല്ലെങ്കിൽ അതുമായി ചേർത്ത് താരതമ്യം പറ്റില്ല. രണ്ട് കാര്യങ്ങളും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയോ എന്ന് പറഞ്ഞാൽ കമ്പാരിസനെ പറ്റിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് സുജയ സമ്മതിച്ചില്ല. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സ്മൃതി പറഞ്ഞാണ് അതിന്റെ ശരിയായ കാര്യം വെച്ചാൽ ഞാനത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ എനിക്കും താങ്കൾക്കും സംശയമില്ല. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് പണമൊഴുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിൽ നടത്തിയിരുന്നത്. സംഭാവന ലീഗലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഇലക്ട്രൽ ബോണ്ടിനെ അതെ ആ ഇലക്ട്രൽ ബോണ്ട് പാടില്ല എന്നും അത് ലീഗലൈസ്ഡ് കോടതിയായ സുപ്രീം കോടതിയാണ്. ആ ലീഗലൈസ്ഡ് കറപ്ഷൻ പാടില്ല എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ ആണ് ഉണ്ടായിരിക്കുന്നതെന്നും എല്ലാ പൗരന്മാർക്കും ജനാധിപത്യ സംവിധാനത്തിൽ അന്തിമ വിധി വന്നിട്ടില്ലല്ലോ, വരട്ടെ അപ്പോൾ നിങ്ങൾ അവിടുന്ന് പോയി അന്തിമ വിധി വരട്ടെ. ഇല്ല, മേൽക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. 9 ബെഞ്ചിന്റെ ഇല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടപ്പാക്കിയില്ലല്ലോ. അല്ല, മേൽക്കോടതി പരിഗണിക്കുമ്പോൾ അതാണ് അന്തിമ തീരുമാനം. മേൽക്കോടതി ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുകയാണ്. ഇല്ലെങ്കിൽ നടപ്പാക്കട്ടെ. എന്തുകൊണ്ട് പിണറായി വിജയൻ പിന്നോട്ട് ഒന്നുകിൽ വിധിക്ക് സ്റ്റേ ഉണ്ടെന്ന് അല്ല, നിങ്ങൾ ഡോക്ടർ അരുൺ എന്റെ വായിൽ ഓപ്പണായി പറയരുത്. താങ്കൾക്ക് ശബരിമല വിധിയെ താങ്കൾ യോജിക്കുന്നുണ്ടോ? ഡോക്ടർ അരുൺ എന്റെ വായിലേക്ക് വാചകങ്ങൾ തിരുകേണ്ടതില്ല. താങ്കൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എല്ലാ സുപ്രീം കോടതി വിധിയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ശബരിമല വിധിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? വെരി ക്ലിയർ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം ഇവിടുത്തെ പിണറായി സർക്കാരിന്റെ അഴിമതിയുമല്ല. നമ്മുടെ വിഷയം ഇത് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന സുപ്രധാനമായ വിധിയാണ്. താരതമ്യം ഒരു തരത്തിലും പറ്റുന്നതല്ല. Meet the editors.